CPM നേതാവും ചെങ്ങന്നൂർ മുൻ MLA-യുമായിരുന്ന KK രാമചന്ദ്രൻ നായരുടെ മകൻ ആശ്രിത നിയമനം നൽകിയ കേസിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു. ഒരു MLA-യുടെ മകൻ എങ്ങനെ ആശ്രിത നിയമനം നൽകാനാകുമെന്ന് കോടതി ചോദിച്ചു. 2018 മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമനുസരിച്ചാണ് R പ്രശാന്തിന് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി നിയമനം നൽകിയത്. ഇപ്പോൾ R ശ്രീജിത്ത് നമ്മോടൊപ്പം ചെയ്യുന്നു. ശ്രീജിത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന സമയത്ത് ആശ്രിത നിയമനം അതൊരു പിൻവാതിൽ നിയമനമെന്ന പ്രതിപക്ഷ ആരോപണം ശക്തമാക്കിയിരുന്നു. ഇപ്പോൾ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു. അന്നൊക്കെ സർക്കാർ വ്യക്തമാക്കിയത് മന്ത്രിസഭയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അന്തരിച്ച MLA-യുടെ മകന് ആശ്രിത നിയമനം നൽകിയെന്നുള്ളതാണ്. കോടതി ഇപ്പോൾ വ്യക്തമാക്കുന്നു സർക്കാരിന് അങ്ങനെ ഒരു അധികാരവുമില്ല. ആശ്രിത നിയമനം എന്നുള്ളതിനൊരു പരിമിതിയുണ്ട്. അത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കൾക്കാണെന്നും കോടതി വരച്ചു കാട്ടുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വലിയ പ്രഹരമാകില്ലേ ശ്രീജിത്ത്? സുഹൈൽ, തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും വലിയ പ്രഹരമാണ്. കാരണം സുപ്രീം കോടതിയിൽ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി അസ്ഥിരപ്പെടുത്തണമെന്നതിന് വേണ്ടി സർക്കാർ ഉന്നയിച്ച പ്രധാനപ്പെട്ട വാദം ഈ ഒരു പൊതുതാൽപര്യ ഹർജിയിന്മേലാണ് ഹൈക്കോടതി തീരുമാനമെടുത്തത്. ആ ഹർജി തന്നെ നിയമവിരുദ്ധമാണെന്ന് എന്ന വാദമാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ പ്രധാനമായി ഉയർത്തിയത്. ഇത് തന്നെ അത്തരമൊരു വാദങ്ങൾക്കേറ്റ തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ സുപ്രധാനമായ സുപ്രീം കോടതി വിധി. 2018 ചെങ്ങന്നൂർ MLA ആയ KK രാമചന്ദ്രൻ നായർ മരിക്കുമ്പോൾ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കളമൊരുങ്ങിയിരുന്നു. ഇതിന് മുന്നോടിയായുള്ള രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരമൊരു നിയമനം നൽകിയത് എന്ന കാര്യത്തിൽ അന്ന് തന്നെ ആക്ഷേപമുണ്ടായിരുന്നു. നേരത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ചെയർമാനായ RS ശശികുമാർ അടക്കം നേരത്തെ പരാതിയുമായി ലോകായുക്തയെ ഇക്കാര്യത്തിൽ സമീപിച്ചിരുന്നു. രാമചന്ദ്രൻ നായരുടെ മകന് ജോലി നൽകുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തിൻ്റെ വായ്പകളും വാഹന വായ്പ അടക്കം എഴുതിത്തള്ളാനുള്ള നടപടികൾ, അതിനുള്ള സഹായം നൽകാനുള്ള തീരുമാനവും മന്ത്രിസഭ കൈക്കൊണ്ടു. സാധാരണ മന്ത്രിസഭയുടെ പരമാധികാരം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള നിയമനങ്ങളിൽ തീരുമാനമെടുക്കാറുണ്ടെങ്കിലും അതൊക്കെ ഒരു പ്രത്യേക കേസായി പരിഗണിച്ചാണ്. എന്നാൽ MLA-യുടെ മകന് അദ്ദേഹം മരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ ജോലി നൽകുന്നത് എന്ന ചോദ്യമാണ് ഹൈക്കോടതിയിലും ഇപ്പോൾ സുപ്രീം കോടതിയിലും ഉയർന്നത്. ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച സമീപനമാകട്ടെ തീർത്തും തെറ്റായ ഒരു സമീപനമായിരുന്നു. അതായത് നേരത്തെ തുല്യനീതിക്ക് വിഘാതമാകുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ഈ നിയമനവുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ തീരുമാനം തള്ളിയത്. അതായത് തൊഴിൽ തേടി ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി PSCയിൽ പരീക്ഷ എഴുതി കാത്തിരിക്കുമ്പോൾ അവർക്കൊന്നും ലഭിക്കാത്തൊരു നീതി MLA-യുടെ മകനായതുകൊണ്ട് മാത്രം R പ്രശാന്തിന് എങ്ങനെ ലഭിക്കുമെന്ന ചോദ്യമായിരുന്നു അന്ന് ഹൈക്കോടതി ഉയർത്തിയതെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതിയും അതേ നിലപാട് ശരിവെക്കുകയാണ്. അതുതന്നെയാണ് സർക്കാർ ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി. എന്നാൽ സുപ്രീം കോടതിയിൽ സർക്കാർ അധികമായി ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ ഹൈക്കോടതി വിധിക്ക് ആധാരമായ പൊതുതാൽപര്യ ഹർജി തന്നെ നിയമവിരുദ്ധമാണ് എന്നായിരുന്നു. ആ വാദവും സുപ്രീം കോടതി ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത് വേണം ഇന്ന് നമുക്ക് കരുതാൻ. ശ്രീജിത്ത്, ടെക്നിക്കലി ആശ്രിത നിയമനം അങ്ങനെ അതിനെ പറയാനാകില്ലെന്ന് പറയുമ്പോഴും കോടതി വെളിവത്താക്കുന്നത് അല്ലെങ്കിൽ പുറത്താക്കുന്നത് അന്ന് സർക്കാർ നടത്തിയത് ഒരു പിൻവാതിൽ നിയമനം എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും സ്വന്തം സർക്കാരിന് താല്പര്യമുള്ള ഒരാളുടെ, പ്രത്യേകിച്ചും MLA ആയിരുന്ന KK രാമചന്ദ്രൻ നായരുടെ മകന് സർക്കാർ സർവീസിൽ സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ച് അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തികയിൽ പൊതുമരാമത്ത് വകുപ്പിൽ നിയമനം കൊടുക്കുകയാണ് അന്ന് ചെയ്തത്. 2018 ക്യാബിനറ്റ് തീരുമാനത്തിൻ്റെ ചുവട് പിടിച്ചായിരുന്നു നിയമനം. എന്നാൽ അങ്ങനെ ഒരു നിയമനം നൽകുമ്പോൾ ഈ ഒരു PSC പരീക്ഷയ്ക്ക് PSC പരീക്ഷ നടത്തുന്ന തസ്തികയിലേക്ക് അപേക്ഷ നൽകി ആയിരക്കണക്കിന് ആളുകൾ കാത്തിരിക്കുമ്പോൾ അവരെയൊക്കെ പുറത്തു നിർത്തിക്കൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം സർക്കാർ എടുക്കുന്നത്. അപ്പോൾ സർക്കാരിന് താല്പര്യമുള്ള വ്യക്തികളെ ഇഷ്ടമുള്ള തസ്തികയിലേക്ക് നിയമിക്കാൻ എടുക്കുന്ന ആ ഒരു തീരുമാനം, ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ PSCയും സ്വപ്നം കണ്ട് നടക്കുമ്പോഴാണ് ആശ്രിത നിയമനത്തിന്റെ പേരിൽ ആളുകളെ അനധികൃതമായി തിരികെ കയറ്റുന്നത്. പ്രിയപ്പെട്ട സഖാവിന്റെ മകന് ഇത്തരത്തിൽ ആശ്രിത നിയമനം നൽകിയത് അത് സാധൂകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. R ശ്രീജിത്തും അച്യുതനുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.